ഗുഡ് മോർണിംഗ് എവറി വൺ. അങ്ങനെ ഫുഡ് പോയിസൺ പോയിട്ടില്ല ഗായ്സ്, ഫുഡ് പോയിസൺ പോയിട്ടില്ല. എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഡോണ്ട് ഗിവ് അപ്പ്. അതിപ്പം എന്തൊക്കെ വന്നാലും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. കീപ് ഗോയിങ്. ഇന്നത്തെ ഡെയിലി വ്ളോഗും സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, കീപ് വാച്ചിങ് ഗൈസ്. ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ പോലീസ് സ്റ്റേഷൻ, സെക്കൻഡ് കോടതി, 3 ഹോസ്പിറ്റൽ. പോക്കാണ് ലൈഫ്. ഈ മൂന്ന് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. സീരിയസ്ലി ഈ 3 സ്ഥലത്ത് ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റേഷനിൽ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം. പക്ഷേ ഈ കോടതി എന്ന് പറഞ്ഞ സാധനത്തും ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സാധനങ്ങളിലും ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുക എല്ലാ സമയവും കേട്ടോ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. നിങ്ങൾ എത്രത്തോളം ഹെൽത്തി ആയിട്ടിരിക്കുമോ അത്രത്തോളം നിങ്ങളുടെ ഫാമിലിയും ഹെൽത്ത് ആൻഡ് വെൽത്ത് ആയിട്ടിരിക്കും. പ്ലീസ്. സീ ഗായ്സ്, അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ടാബ്ലറ്റൊക്കെ കിട്ടി, നോ പ്രോബ്ലം. കട്ടിന് ചെറിയൊരു ഡൈജഷൻ പ്രോബ്ലമാണ്. സോ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഹാർഡായിട്ടുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞു ഡോക്ടർ. സോ നമ്മൾ എല്ലാ ദിവസവും പ്രൊഡക്റ്റീവായിട്ടിരിക്കുക മാക്സിമം. ഇതാണ് എനിക്ക് ഇന്നത്തെ വ്ളോഗിൽ പറയാനുള്ളത്. പ്രൊഡക്റ്റീവായിട്ടിരിക്കുക. അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങാൻ പഠിക്കുക, സ്റ്റോക്ക് വിൽക്കാൻ പഠിക്കുക. എന്താണെന്നുള്ളത് അതൊക്കെ പഠിക്കുക. ഇതൊക്കെ നമ്മളെ ഫ്യൂച്ചറാണ്. ഇതൊക്കെ ഓൾറെഡി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഒരുപാട് ഇംഗങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. സോ ഞാൻ അതുവരെ എത്തിയിട്ടൊന്നുമില്ല. ഐ എം സ്റ്റഡിങ്. സോ നിങ്ങളെ സമയങ്ങൾ ഒരിക്കലും നിങ്ങളെ സമയങ്ങൾ കളയരുത്. ഒരിക്കലും നിങ്ങളെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടല്ലോ, അത് കളയില്ല. അത് ഇങ്ങനെ അതിനെ സ്പെൻഡ് ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കാൻ നോക്കുക. പൈസ ഇല്ലെങ്കിലേ ഒരു തേങ്ങയില്ല. പൈസ ഉണ്ടാക്കാൻ നോക്കുക. പൈസ ഇല്ലെങ്കിലേ ഒരിടത്തും ഒരു വിലയും കണ്ടു, ഒരു പുല്ല് വിലയും കാണില്ല നിങ്ങൾക്ക്. സോ കീപ് ഗോയിങ് ഗൈസ്, കീപ് ഗോയിങ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത്, എനിക്ക് യൂട്യൂബിൽ പഴയ ഒരുപാട് 161 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 161 വീഡിയോ. അതിൽ 2-3 വീഡിയോയൊക്കെ കുറച്ച് നല്ല വ്യൂവും കമൻസൊക്കെ ഉണ്ട്. ബാക്കിയെല്ലാം സ്റ്റക്ക്ഡാണ്. സോ എനിക്ക് അതൊന്ന് റിവ്യൂ ചെയ്യണം. എന്നിട്ട് അതിനെ എല്ലാം ഒന്ന് ക്യാപ്ഷൻസും ടൈറ്റിൽസും തംബ്ലൈനും ഇതെല്ലാം ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കണം. സോ അതിൻ്റെ പുറകിലാണ് ഇന്നത്തെ ദിവസം ഞാൻ ഫുള്ള് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്ന് ഫുൾ ഡേ ലീവ് എടുത്തിട്ടുണ്ട് ജിമ്മിൽ. പിന്നെ ബാക്കി കുറച്ച് പരിപാടികളുണ്ട്, അതൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഫുൾ ഡേ വീട്ടിലാണ്. സോ ബൈ. ഇപ്പം എന്താ പറഞ്ഞത്? ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ ഇത് ചെയ്യാൻ പോകണമെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ ആരും ആവർത്തിക്കല്ലേ. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അതൊരു നോട്ടിലൊക്കെ എഴുതി വയ്ക്കുക. സീരിയസ്ലി ഇന്നത്തെ ദിവസത്തെ എന്തൊക്കെയാണ് നിങ്ങളൊരു ചെയ്ത് തീക്കാനുള്ള കാര്യങ്ങൾ അത് എഴുതി വയ്ക്കുക. എന്നിട്ട് ഈ ഞാനിപ്പോൾ ചെയ്തതെന്ന് പറയട്ടെ. ഇതെല്ലാം പറഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഫോൺ എടുത്തു, ജസ്റ്റ് സോഷ്യൽ മീഡിയയിലോട്ട് പോയി, ഇൻസ്റ്റാഗ്രാമിലോട്ട് പോയി സ്ക്രോളിങ്. ഐ തിങ്ക് ഞാൻ ഒരു 15 മിനിറ്റ്സ് ലിഫ്റ്റ് ചെയ്തു. അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കണം. എന്നിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന കാര്യം ഞാൻ ജസ്റ്റ് മറന്നു. പെട്ടെന്ന് ഓർമ്മ വന്നു, അതാ വന്നത്. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്തത്. സോ ഡോണ്ട് ഡൂ ദിസ്. ഓക്കെ, അത് ചെയ്യല്ലോ ഒരിക്കലും. അതൊരു അഡിക്ഷൻ പോലെയാണ് കേട്ടോ. നമ്മൾ നല്ലതാണ് സോഷ്യൽ മീഡിയയൊക്കെ, പക്ഷേ സംടൈംസ് ഭയങ്കര ബാഡായിരിക്കും. നമ്മളെല്ലാവരും കൺഫ്യൂസ്ഡാണ്. ബിക്കോസ് ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ഫിറ്റ്നസ് ആയാലും എന്ത് ഇൻഫ്ലുവൻസേഴ്സ് ആയാലും. ഈവൻ ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. ബട്ട് ഞാനൊരു സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് സംസാരിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഓൾറെഡി എല്ലാവരും സംസാരിച്ച സബ്ജക്റ്റുകളായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തരത്തിലുള്ള വീഡിയോയിലോട്ട് വരാത്ത കാരണം എന്ന് വെച്ചാൽ എല്ലാവരും കൺഫ്യൂസ്ഡാണ്. ഒരു ഡയറ്റിനെ കുറിച്ചായാലും ഒരു വർക്കൗട്ടിനെ കുറിച്ചായാലും. പ്ലീസ്, എൻ്റെ ഒരു ഭയങ്കര ഒരു റിക്വസ്റ്റാണ്. എന്ന് വെച്ചാൽ ഈ എൻഹാൻസ് ഡ്രഗ് ഉപയോഗിച്ച് ബോഡി ബിൽഡ് ചെയ്യുന്നവർ ഒരു പ്രോട്ടീൻ കഴിച്ചിട്ട് ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഇന്ന മസിൽ വരും എന്നുള്ളൊരു അവയർനെസ് കൊണ്ടുവരാണ്. ഇന്ന ഫുഡ്, ഇന്ന ക്രിയാറ്റിൻ, അല്ലെങ്കിൽ ഇന്ന പ്രോട്ടീൻ പൗഡർ, അല്ലെങ്കിൽ ഇത്ര ഇത് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രത്തോളം മസിൽ വരും. മസിലൊക്കെ വരും, ഓക്കെ. പക്ഷേ നിങ്ങളെ മസിൽസും നിങ്ങളെ ബോഡിയും കാണിക്കുമ്പോഴേ നിങ്ങൾ കറക്റ്റ് ഒരു അവയർനെസ് പീപ്പിൾസിന് കൊടുക്കണം. ഈ കൊച്ചു പിള്ളേരാണ് കൂടുതൽ ഇതിൽ പറ്റിക്കപ്പെടുന്നത്. കൊച്ചു പിള്ളേരും പറ്റിക്കപ്പെടുന്നുണ്ട്. പിന്നെ കാരണം ഇവരിതെല്ലാം വാങ്ങിയിട്ട് 1 മാസം കഴിയുമ്പോൾ എൻ്റെ ക്ലയൻസ് വരെ ചോദിച്ചിട്ടുണ്ട്,
പ്രോട്ടീൻ കഴിച്ചിട്ട് അയ്യോ ഇതെന്തോ ഒരു മാറ്റമില്ല. അതെങ്ങനെ കഴിക്കണമെന്നും കൂടെ ദയവ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ ഒരു ദിവസത്തെ ഗോളിൻ്റെ ഒരു പ്രോട്ടീൻ ഗോളിൻ്റെ ചെറിയൊരു ശതമാനം മാത്രമാണ് നിങ്ങൾ ഒരു സ്കൂപ്പ് പ്രോട്ടീനിൽ എടുക്കുന്നതും കൂടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് ഈസി അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോട്ടീൻ കഴിക്കുന്നതും കൂടെ ഒന്ന് പറയണം നിങ്ങൾ. അതുപോലെ ഈ ക്രിയാറ്റിൻ പ്രോട്ടീൻ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഒരിക്കലും മസിൽ വരത്തില്ല എന്നും കൂടെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ എൻഹാൻസ് ഡ്രഗ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന മസിൽസൊക്കെ വരുത്തിയതും ഇത്രയും വലിയ ബിഗ് മസിൽസ് കാണിക്കുന്നതും. സോ അത് നിങ്ങൾ കറക്റ്റായിട്ടൊരു അവയർനെസ് നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിൽ ക്യാപ്ഷനിലെങ്കിലും കൊടുക്കണം. അല്ലെങ്കിൽ ഈ പിള്ളേരെല്ലാം പറ്റിക്കപ്പെടും. പിള്ളേർ ജിമ്മിൽ വരുന്നത് നിങ്ങളെയൊക്കെ ബോഡി കണ്ടിട്ടും നിങ്ങളെ വലിയ മോട്ടിവേഷൻ, അത് നല്ല കാര്യം. നിങ്ങളെ ബോഡി കണ്ടിട്ട് വരുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഒരു 3 months കഴിയുമ്പോഴത്തേക്കും അവർ വിചാരിക്കും അയ്യോ ഇതൊന്നും നടക്കുന്നില്ലല്ലോ. അവർ നാച്ചുറലായിട്ടാണ് ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു ഇൻഫ്ലുവൻസ് ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് ജസ്റ്റ് ഒരു ക്യാപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിൽ ക്യാപ്ഷനിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഇജോബിയൊക്കെ പറയുന്ന പോലെ കട്ടയ്ക്കങ്ങ് പറ ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ. അതുപോലെ കട്ടയ്ക്കങ്ങ് പറ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ഈ മസിൽ കാണിക്കുന്നത്, ഈ ക്രിയാറ്റിൻ ഉപയോഗിക്കുന്നത് ഇന്നതിനാണ്, പ്രോട്ടീൻ ഉപയോഗിക്കുന്നത് ഇന്നതിന് മാത്രമാണെന്ന് പറയും.